പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പഴയ നിയമത്തിൽ ഒരു സ്ത്രീ ദേവാലയത്തിൽ ചെന്ന് വളരെയധികം കരയുന്നത് നമുക്ക് കാണാം. അവളുടെ പേര് ഹന്ന എന്ന. കാരണം ഇത്രയേ ഉള്ളൂ, അവൾക്കൊരു തലമുറയില്ല. എന്നാൽ അവൾ വളരെ മനോവസരത്തോട് കരഞ്ഞപ്പോൾ നമ്മൾ കണ്ണു മങ്ങിയ പ്രവാചകനെന്നും പുരോഹിതനെന്നും ഒക്കെ വിളിക്കുന്ന ഏലി പുരോഹിതൻ വന്നിട്ട് അവളോട് ചോദിക്കുക, എന്തിനാ നീ മദ്യപിച്ചിട്ടുണ്ടോ? നീ ഇത്ര രാവിലെ തന്നെ ലഹരി പിടിച്ചോ? ലഹരി ഇറങ്ങട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഹന്ന തിരിച്ചു പറയുന്ന ഒരു മറുപടി ഇങ്ങനെ, അയ്യോ യജമാനനെ, ഞാൻ അങ്ങനെ ഒരു നീച സ്ത്രീയായിട്ട് നിങ്ങൾ കരുതരുത്. വളരെ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, എനിക്കൊരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധി ഇരിക്കുക അത്രേ ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഏലി പുരോഹിതൻ തിരിച്ചൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നീ കരയുന്നതിന് ഒരു മറുപടി നിനക്ക് ലഭിക്കട്ടെ. ഇത് കേട്ടതും വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹന്ന എഴുന്നേറ്റ് തന്റെ കരച്ചിൽ നിർത്തി അവൾ ഭക്ഷണം കഴിച്ചു. പിന്നെ അവൾ കരഞ്ഞതുമില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ 2 വാക്യം കൂടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അടുത്ത ആണ്ടിൽ ആ സമയത്ത് നമുക്കൊരു പൈതൽ ജനിക്കാനിടയായി. ഇതെന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് പറഞ്ഞാൽ, നിന്റെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു അഭിഷക്തനോ, നിന്റെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു പുരോഹിതനോ നിന്നെ നോക്കി ഒരു കാര്യം അരുളി ചെയ്താൽ അത് 100% ദൈവം സാധിപ്പിച്ചു തരും. കാരണം ദൈവം അങ്ങനെ ഒരു അധികാരത്തെ അവരുടെ മേൽ പകർന്നിരിക്കുക. എനിക്ക് വചനത്തിൽ നിന്ന് അനേക എക്സാമ്പിൾ പറയുവാനുണ്ട്. ദൈവം നിന്റെ മേലാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തൻ നിന്നെ നോക്കി ഒരു കാര്യം അരുളി ചെയ്താൽ നീ അതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നോ അത് നിനക്ക് ലഭിക്കുവാനിടയായി തരും. എന്നെ നോക്കിയേ, ഹന്ന പുരോഹിതന്റെ വാക്ക് അതേപോലെ കൈക്കൊണ്ടിട്ട് പിന്നെ അവൾ കരഞ്ഞതേയില്ല. അങ്ങനെ അവൾ റിസീവ് ചെയ്തത് കൊണ്ട് അവൾക്ക് പിന്നെ തലമുറയോർത്ത് കരയേണ്ടതേ വന്നില്ല. ഇന്നും നമ്മൾ ഏത് പുരോഹിതനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ശമൂവേലിനെ നമ്മൾ ഓർക്കാറുണ്ട്. നിന്റെ മേലാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തനെ ജനം കണ്ണുമങ്ങിയവനെന്നോ കഴിവില്ലാത്തവനെന്നോ വിളിച്ചോട്ടെ, പക്ഷെങ്കിൽ അവന് നിന്റെ മേൽ ചില അധികാരങ്ങളുണ്ട്. ഈ വചനങ്ങൾ ദൈവം നിങ്ങളായിരിക്കും.